ബാലാമണിയേ, ഒന്ന് തുറക്കടി മോളെ. കേശവൻ നായര, താൻ എന്താ ഈ കാണിക്കണേ? ഉണ്ണിയമ്മേ, ഈ ഉണ്ണിയമ്മ എന്ന് പറഞ്ഞ സ്ത്രീയോടാണോ നല്ല ബഹുമാനത്ത് പെരുമാറണം പറഞ്ഞ? അവരോട് മാത്രല്ല എല്ലാവരോടും നല്ല മര്യാദയ്ക്ക് പെരുമാറണം. എന്താ പ്രയാസാവോ? ഇല്ല, എന്റെ ഒരു അധികാര പരിധിയിൽ ആരും കൈ കടത്താതിരുന്നാ മതി. എന്ത് പരിധി? താൻ ഇവിടെ വെപ്പ് പണിക്ക് വന്നതാ. ഇവരുടെ സ്വത്തുക്കൾ നോക്കി നടത്താൻ വന്ന മാനേജറൊന്നും അല്ല. അതെ കേശവേട്ടാ, നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റ് അടുക്കള അവിടെ കയറി ആരെന്ത് തേങ്ങ കാണിക്കാനോടോ? ഇത് സകല വെപ്പുകാരും പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. നിന്റെ വർത്താനം കുറച്ച് ഓവറാവുണ്ട് കേട്ടോ കുഞ്ഞിരാമ. ഒരു പൊടിക്കടങ്ങിക്കോ. ഒന്ന് തുറന്നേ. ഓ, കൂവി വിളിക്കണ്ട, തുറന്നു. എന്താ മണിയെ, സന്ധ്യ ആവുമ്പോഴേക്കും ഇതൊക്കെ പൂട്ടി ബന്ധസ്വാക്കണോ? വേണ്ട, പകലൊക്കെ പൂട്ടിയിട്ടിട്ട് സന്ധ്യ ആവുമ്പോ തുറന്നിടാം. ദേ, ആരാ കേശവ? ഇത് കുഞ്ഞിരാമൻ. നമസ്കാരം. നല്ല കൈപ്പുണ്യുള്ള പാചകക്കാരനാ. കല്യാണത്തിരക്കൊക്കെ തുടങ്ങിയല്ലോ. ഇനി ബാലാമണി ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടില്ല. നന്നായി. ഇവക്കൊരു കൈസഹായത്തിന് പറ്റൂന്ന് വെച്ചാ ഞാൻ ഒരാൾ മതി. ഒരു ഊഹം കണക്കെന്ന് പറഞ്ഞാൽ മതി. സമയാസമയത്ത് വേണ്ടതൊക്കെ കാലായിക്കോളും. മുമ്പ് എവിടെയായിരുന്നു? മുൻപൊക്കെ നല്ല നല്ല സ്ഥലങ്ങളിലായിരുന്നു. കോഴിക്കോട് സാഗർ, പെരിന്തൽമണ്ണ സബ്രീന, കൊണ്ടോട്ടി സീനത്ത്, തൃശൂർ ആലുക്കാസ്. മനസ്സിലായില്ല. അതൊക്കെ ഇവൻ ജോലി ചെയ്ത സ്ഥലങ്ങളിലെ ഗൃഹനാഥന്മാരുടെ പേരാ. കോഴിക്കോട്ട് സാഗർ, അവിടുത്തെ വലിയ ഡോക്ടറാ, പെഡിയാട്രീഷ്യൻ ബൽരാജ്. ഓ. തൃശൂർ ആലിക്കാസ് എന്ന് പറഞ്ഞ എഞ്ചിനീയറാ. സ്റ്റേഡിയം കെട്ടിയില്ലേ, PW ഗസ്റ്റ് ഹൗസ്. കളക്ടറെ കിട്ടി, ജഡ്ജിനെ കിട്ടിയില്ലേ. ഡോ, ഹോട്ടലിൽ നിന്ന് കാര്യം പറയരുന്ന് പറഞ്ഞിട്ടില്ലടോ ചപ്പ. ഇയാൾക്ക് എവിടെയാ കിടക്കാനൊക്കെ സൗകര്യം? അത് ഞാൻ 10,000 പിന്നിൽ ശരിയാക്കിക്കോളാം. വാടോ കുഞ്ഞിരാമ. നാളെ തൊട്ട് നിനക്കൊരു സഹായാവും മണിയെ. പോരെ? എന്തോടോ ഈ കാണിക്കണേ? ഞാൻ അമ്മായിന്റെ കാല് പിടിച്ച്. കാല് എന്താ കേശവൻ നായരെ? എന്താന്നുള്ളത് കണ്ടില്ലേ ഉണ്ണിയമ്മേ? ഇങ്ങോട്ട് വരടോ. കുമ്പിടി 10,000 പിന്നിലേക്ക് താമസം മാറ്റിയല്ലോ. വൈകുന്നേരം ജാനുവച്ചിട്ട് അവിടുത്തെ ശകുന്തള ചരട് ജപിച്ച് വാങ്ങാൻ പോണുണ്ടു. അത് കേശവൻ എന്താച്ചാ ചെയ്യട്ടെ. കൃഷ്ണ, വളരെ പഴക്കമുള്ള വീടാ. നീ കേട്ടാ? ഒരു ലേഡീസിന്റെ കുഞ്ഞിരാമ, എനിക്ക് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിനക്കുണ്ടായിട്ടുണ്ടോ? ലേഡീസ് ആയിട്ടുള്ള അതല്ലടോ. ശംഖുപുഷ്പം കണ്ടെഴുതുമ്പോൾ പിന്നെ എനിക്കറിയാം. ഹോമിയോ ഡോക്ടർ. അല്ല, ആശ്രമം പൊളിച്ചോണ്ട് പോയ ആള്. ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറ. ഇതിലേതെങ്കിലും ഒന്നാ. അതെ, ജാനകി ചേച്ചി എങ്ങനെ ഉണർന്ന ആകെ കുഴപ്പാവും. ഞാൻ തന്ന ഉറക്ക ഗുളിക കഞ്ഞി കലക്കി കൊടുത്തില്ലേ? കൊടുത്തു. ഇനി 6 മണിക്കൂർ നേരത്തേക്ക് പേടിക്കണ്ട. പിന്നെ എന്നെ കൊണ്ടുവിടണം. ആ സമയ വല്ലതും കണ്ടു പേടിച്ച. എന്തുണ്ട് പേടിക്കാൻ? പ്രേതങ്ങള്. മാങ്ങാ തൊലി. എന്റെ ഈ പ്രായത്തിനിടയ്ക്ക് നേരവും കാലവും നോക്കാതെ ഞാൻ പോകാത്ത വഴികളില്ല, വീടുകളില്ല. ഇന്ന് വരെ ഒരു പുല്ലിനെ ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ ചുമ്മാ പടം. വയറ്റിപ്പഴപ്പിന് വേണ്ടി ഫ്രാഡ് മന്ത്രവാദികളും TV സീരിയലുകാരും ഉണ്ടാക്കി വെച്ച സാധനം. പ്രേതം. നാളെ രാവിലെ ഹൈദരാബാദിലേക്ക് പോകാൻ തയ്യാറായിട്ടിരുന്നോ? രേഖ വന്നാൽ ജപം തടസ്സപ്പെടുത്തരുത്. നിനക്കെന്താടി ഇവിടെ കാര്യം? ഞാൻ ഈ ചരട് എത്ര കാലമായിട്ട് ചരട് പിടിക്കാൻ തുടങ്ങിയിട്ട്? ഇന്ന് ആദ്യ മേലെ ഇതിനകത്ത് കാലുകുത്താൻ നിന്റെ 2 കാര്യം ഞാൻ തല്ലുപിടിക്കും. ഇറങ്ങിപ്പോടി. കുഞ്ഞിരാമ, ശരിക്കും നോക്ക്. നിനക്ക് മനസ്സിലായോ? ഒറ്റ കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ. എന്തിലാ? ഈ മുടിയോ? ശശി, പാലാരിവട്ടം ശശി. പാലാരിവട്ടം ശശി, ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. കുമ്പിട്ട് വാട കുമ്പിടി. ഇല്ലെങ്കിൽ നിന്റെ തലയിൽ വെച്ചിട്ടുള്ള വക്കോൽ തുറു ഉത്തരത്തിൽ മുട്ടും. വക്കോൽ തുറു മാത്രമോ? എന്റെ ഈ തല തന്നെ കേശവൻ ചേട്ടന്റെ തൃപ്പാദത്തിനിടെ തിരികെ വെച്ചിരിക്കുകയല്ലേ. എന്താണോ കാര്യം? നിന്നെ ഇപ്പൊ ഉണ്ണിയമ്മ അങ്ങോട്ട് വിളിപ്പിക്കും. തള്ള അറിഞ്ഞോ? അതല്ലടാ, 2 ജാതകങ്ങൾ തമ്മിൽ ചേർച്ച നോക്കാൻ. അപ്പൊ താൻ എന്ത് ചെയ്യും? നോക്കും. നോക്കണ്ടേ? നോക്കണോ? നോക്കണം. നോക്കാം. പക്ഷെ എങ്ങനെ നോക്കിയാലും ജാതകങ്ങൾ തമ്മിൽ ചേരാൻ പാടില്ല. അതിപ്പോ നോക്കിയാലല്ലേ പറയാൻ പറ്റൂ? നോക്കാണ്ട് എന്നെ പറയണം ചേരില്ല എന്ന്. എങ്കിൽ പിന്നെ നോക്കാണ്ടിരുന്നാ പോരെ? അതല്ലടോ, നോക്കിയിട്ട് നിങ്ങളുടെ ഇങ്ങനെ ഒരു പരിപാടി. ബുധൻ ശുക്രന്റെ ഉള്ളിക്കറി, ശുക്രൻ ചൊവ്വയുടെ ഉള്ളിക്കറി, വ്യാഴം വെള്ളി ശനി ഞായർ
ഇതൊക്കെ വെച്ചിട്ട് ഈ രണ്ട് ജാതകങ്ങൾ ചേരില്ലാന്ന് താനൊരു കള്ളം പറയണം. കള്ളം പറയാനോ? ഞാനോ? കുമ്പടി കുമ്പടി, നിനക്ക് കള്ളം പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ മോനെ. അസ്പ്രസ്ഥാന ഹൃദസ്തന്തിയും പ്രവൃത്തിന്മുഖരെ നുണയന്തിയും എന്നൊരു ശ്ലോകമുണ്ട്. പ്രവൃത്തിക്ക് നിരക്കാത്ത നുണ പറയാൻ പാടില്ല എന്ന് സാരം. ഈ മുസ്താൻ അങ്ങോട്ട് കേട്ടി തന്നാലുണ്ടല്ലോ, അടുത്ത ഗുരുവായൂർ ഏകാദശിക്ക് പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ. അപ്പം മതിയുടെ എനിക്ക് ഈ കാല്. നക്ഷത്രം തുരങ്കമോന വദതാം വൃന്ദാനിനോ വന്ദിന. മുടി ചീകുമ്പോ ഏത്തപ്പഴം വരുമല്ലേ? എന്റെ ഭാര്യക്ക് ഇത്രയും സിംബോളിക്കായി സംസാരിക്കാൻ അറിയാമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഓടിയെന്ന് കരുതില്ലേ? ഇല്ല മോളെ, അച്ഛൻ ഇതുവഴി വന്നപ്പോ ഞാൻ അതുവഴി പോയി, അച്ഛൻ അതുവഴി പോയപ്പോ ഞാൻ ഇതുവഴി വന്നു. ചെറിയൊരു കണ്ണുപത്തിക്കളി. സ്വന്തം ഭർത്താവിനെ ഒറ്റ കൊടുക്കുക അല്ലേ? ഒറ്റ കൊടുത്തൊന്നുമല്ല, വിജയേട്ടനെ അച്ഛൻ കാണണമെന്ന് പറഞ്ഞു. അതിന് ഇതാണോ വഴി? പാടില്ല കുട്ടി. തലയിൽ എണ്ണ തേക്കാൻ ശ്രമിക്കുന്നു, മുട്ട പുഴുങ്ങുമെന്ന് പറയുന്നു, കോഴിയുടെ പുറകെ ഓടുന്നു. ഇതൊക്കെ നീ ഒരു സിനിമയിലാണ് ചെയ്തിരുന്നതെങ്കിൽ അഭിനയത്തിനുള്ള ഉർവശി അവാർഡ് ഈ വീടിന്റെ അലമാരയിൽ കിടന്നേനെ. ഫീൽ ചെയ്തോ? വേണ്ട വേണ്ട, ഞാൻ അഭിനയിക്കാം. വിജയേട്ടൻ അങ്ങനെ തന്നെ പറയണം. നമ്മുടെ രണ്ട് പെൺകുട്ടികൾ വളർന്നു വരുന്നുണ്ടെന്ന് വിജയേട്ടൻ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? അത് ഉർവശി അവാർഡുമായിട്ട് എന്ത് ബന്ധം? ഞാനും വിജയേട്ടനുമായിട്ട് ബന്ധമുണ്ടോ? ആ ബന്ധത്തിൽ നിന്നാണല്ലോ നമുക്ക് രണ്ട് പെൺമക്കൾ ഉണ്ടായത്. നാക്കിന്റെ ലൈസൻസ് പുതുക്കാറായിട്ടോ? എന്തായാലും ഈ തീക്കളിനി വേണ്ട കേട്ടോ. രണ്ട് മക്കളുള്ള ഒരുത്തനാണ് ഞാനെന്ന് അച്ഛൻ കണക്കാക്കില്ല. മർമ്മം നോക്കാതെ തല്ലിക്കളയും, അതുകൊണ്ടാ പറയുന്നത്. തല്ലിന്റെ കുറവ് തന്നെ വിജയേട്ടനുള്ളത്, അല്ലെങ്കിൽ മാഷിപണിയും കളഞ്ഞിങ്ങനെ നടക്കുവോ? എന്റെ അച്ഛനൊരു സ്കൂൾ മാഷായിരുന്നു. എന്നിട്ട് എന്ത് കുഴപ്പം പറ്റി? ആ ജോലി ഉണ്ടല്ലേ അച്ഛൻ നിങ്ങളെയൊക്കെ ഒരു നിലയിലെത്തിച്ചത്. എന്ത് നിലയിലെത്തിച്ചു? തല്ലി തല്ലി പഠിപ്പിച്ച് എന്നെ ഒരു എക്കണോമിക്സ് ബിരുദധാരിയാക്കി. ബിരുദം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് കേരളത്തിൽ തേങ്ങയേക്കാൾ കൂടുതൽ ബിരുദധാരികളുണ്ടെന്ന്. ഒരു പണിയും ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ബിരുദധാരി. അവസാനം TTC കഴിഞ്ഞ് പ്രൈമറി സ്കൂൾ മാഷായി. പഠിപ്പിക്കുന്ന വിഷയങ്ങൾ മലയാളവും സാമൂഹ്യപാഠം. പഠിച്ചതെന്തോ, പഠിപ്പിക്കുന്നത് വേറെന്തോ. എനിക്ക് ശരിയാവില്ല. അതെ, വിജയേട്ടനൊന്നും ശരിയാവില്ല. മടിയനാ, ആന മടിയൻ. അടങ്ങി ഒതുങ്ങി എന്തെങ്കിലും പണിയെടുക്കാൻ വയ്യ. എന്നിട്ട് ഞാനിതാ ബിസിനസ് തുടങ്ങാൻ പോകുന്നു, കാശു വാരാൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് തെക്ക് വടക്ക് നടക്കും. അത് പറയരുത്. ഇപ്പൊ നീ എനിക്കൊരു 5 ലക്ഷം രൂപ 6 മാസത്തിനകം ഞാനത് 10 ലക്ഷമാക്കി കാണിച്ചു തരാം. നോട്ടിരട്ടിപ്പായിരിക്കും. അതോ മാജിക്കോ? ഒന്നുമല്ല, ബിസിനസ്. ഇതുവരെ ചെയ്ത ബിസിനസ്സിൽ ഉണ്ടാക്കിയ ലാഭമൊക്കെ എവിടെ? അല്ല, അതിപ്പോ ശരിയായിട്ടുള്ളൊരു. ശരിയോ തെറ്റോ? വിജയേട്ടന്റെ അച്ഛൻ പറമ്പ് വിറ്റ് തന്ന 50,000ന്റെ ബിസിനസ്സിലെ ലാഭം എവിടെ? എന്റെ മാലയും വളയും വിറ്റ് നടത്തിയ ബിസിനസ്സിലെ ലാഭം എവിടെ? ലാഭം പോട്ടെ, മുതലെവിടെ? അപ്പൊ ഇതൊക്കെ ശ്യാമയുടെ മനസ്സിലുണ്ടല്ലേ? അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. പാടില്ലായിരുന്നു. ശ്യാമയുടെ മാലയും വളയും ഞാൻ വെക്കാൻ പാടില്ലായിരുന്നു. എന്റെ മാലയും വളയും വിറ്റതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. വേണ്ട ശ്യാമേ, എനിക്കെല്ലാം മനസ്സിലായി. എന്താ വിജയേട്ടാ ഇത്? ഞാൻ അതാണോ ഉദ്ദേശിച്ചത്? സാരമില്ല, എവിടെന്നെങ്കിലും മോഷ്ടിച്ചിട്ടായാലും ശ്യാമയുടെ മാലയും വളയും ഞാൻ വാങ്ങിച്ചു തരും. എന്താ ഈ പറയുന്നേ? എന്റെ വളയും മാലയെന്ന് പറഞ്ഞാ അത് വിജയേട്ടന്റെ കൂടെ അല്ലേ? അങ്ങനെയാണ് ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അല്ല ശ്യാമ, ആണ് ആണ് ആണ്. സോറി. വിജയേട്ടൻ വെറും ഒരു തൊട്ടാവാടിയാ. ഒരു വശത്ത് കേതു, ഇപ്പുറത്ത് ശനിയും ചൊവ്വയും. വിജയേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സമയം മോശ. അതെ, അതാ പ്രശ്നം. നമുക്ക് ഇന്നൊരു തീരുമാനം എടുക്കാം. നാളെ വിജയേട്ടൻ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു. എന്താ? എന്റെ ശ്യാമേ, അത് മാത്രം പറയല്ലേ. ഇക്കാലത്തൊരു മേൽഗതി ഉണ്ടാവണമെങ്കിൽ ബിസിനസ്സേ രക്ഷയുള്ളൂ. വിജയേട്ടന്റെ ശുദ്ധ മനസ്സിന് ബിസിനസ് പറ്റൂല വിജയേട്ടാ.
മനസ്സുകൊണ്ടാണോ ബിസിനസ് ചെയ്യുന്നത്? ബുദ്ധിയും പണവും ഉപയോഗിച്ചല്ലേ? ഞാൻ എന്തുമാത്രം എക്കണോമിക്സ് പഠിച്ചതാ. അതിൽ കുറച്ചെങ്കിലും ജീവിതത്തിൽ പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കണ്ടേ? എക്കണോമിക്സ് ഇസ് എ സയൻസ് which studies human behavior. It's a relationship between ends and scarce means which have alternative uses. ഞാനിതൊന്നും നിന്റെ അടുത്ത് ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കേന്ദ്രമന്ത്രി മൻമോഹൻ സിംഗ് ആരായിരുന്നു? എക്കണോമിക്സ് പ്രൊഫസർ. ഒരു രാഷ്ട്രത്തിന്റെ മൊത്തം സാമ്പത്തിക കാര്യങ്ങൾ അങ്ങേര് കൈകാര്യം ചെയ്തെങ്കിൽ ഈ ഒരു ചെറിയ ടൗണിൽ ഒരു ചെറിയ ബിസിനസ് നടത്താൻ എന്നെ കൊണ്ട് സാധിക്കില്ലേ? പറയൂ. വിജയേട്ടന് കഴിവൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അത് മതി. പക്ഷേ നമുക്ക് 2 പെമ്മക്കളാണ്. അതുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പാടില്ലേ? എന്നല്ല, നമ്മളൊരു ചിട്ടി ചേർന്നിട്ടില്ല, ഒരു LIC ഇല്ല. ചിട്ടിയൊക്കെ തട്ടിപ്പാ, പിന്നെ LIC അത് ലാസ്റ്റ് കയ്യാ. എല്ലാ വഴി അടയുമ്പോ വലിയൊരു തുകയ്ക്ക് ഞാൻ LIC ചേരും. എന്നിട്ട് KSRTC ബസ്സോട് നേരം റോട്ടിൽ ചെന്ന് നിൽക്കും. ബാക്കി അവര് നോക്കിക്കോളും. നിനക്കും മക്കൾക്കും നല്ലൊരു തുകയും കിട്ടും. ഇപ്പൊ അതിന് സമയമായിട്ടില്ല. ആറാൻ പറ്റുന്ന വർത്തമാനേ പറയൂ. എങ്കിൽ സ്കൂളിന്റെ കാര്യം നീ മിണ്ടാതിരിക്കും. ശ്യാമേ, ബിസിനസ്സിൽ പണം കുറച്ച് പോയി. കാരണം എന്താ? ഞാൻ പലരെയും വിശ്വസിച്ചു. ആ പലരും എന്നെ ചതിച്ചു. പക്ഷെ ശ്യാമക്കറിയാം, നഷ്ടപ്പെട്ടത് ഒരു 2 ലക്ഷമാണെങ്കിൽ ഞാൻ പഠിച്ച പാഠങ്ങൾ ഏകദേശം ഒരു 25 ലക്ഷത്തിന്റെ. അതെന്ത് പാഠം? ഹ്യൂമൻ സൈക്കോളജി, മനുഷ്യ മനഃശാസ്ത്രം. ഏതൊക്കെ മനുഷ്യർ ഏതൊക്കെ സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെ പെരുമാറും എന്ന മനഃശാസ്ത്ര പാഠം. ഈ പാഠം ഏതാണ്ട് മുഴുവനായിട്ട് പഠിച്ചോ? പഠിച്ചു. ഈ പാഠം അടുപ്പത്തിട്ട് വേവിച്ച് പിള്ളേർക്ക് കൊടുത്താ അവരുടെ വിശപ്പ് മാറുമോ? യു ആർ ടു മെറ്റീരിയലിസ്റ്റിക്. അതുകൊണ്ടാണല്ലോ നീ നിന്റെ മാലയും വളയും പ്രധാനമായിട്ട് കണ്ടത്. വിജയേട്ടൻ അതിനി പറയരുത്. ഇല്ല ഇല്ല, നമുക്ക് വേറെ എന്തെങ്കിലും വിഷയങ്ങൾ സംസാരിക്കാം. ഉവ്വ്, വേറെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കുറേ ഉണ്ട്. ദാ, എന്താ ഇത്? കറണ്ടിന്റെ വെള്ളത്തിന്റെ ഒക്കെ ബില്ല്. ഇതാണ് കുഴപ്പം. എവിടെ നോക്കിയാലും ബില്ലുകളാ. കറണ്ട് ബില്ല്, ടെലിഫോൺ ബില്ല്, വാട്ടർ ബില്ല്, മിൽക്ക് ബില്ല്, ഹോട്ടൽ ബില്ല്, ഹോസ്പിറ്റൽ ബില്ല്, അലക്ക് ബില്ല്, തേപ്പ് ബില്ല്. മനുഷ്യൻ എന്നാണാവോ ഈ ബില്ലുകളിൽ നിന്നൊരു മോചനം? മരിക്കുമ്പോ. കറക്റ്റ്. ജീവിക്കണമെങ്കിൽ ബില്ലുകളെല്ലാം പേ ചെയ്തേ പറ്റൂ. ഞാനൊരു കാര്യം പറയട്ടെ, വിജയേട്ടൻ ഒരു പാവ. വിജയേട്ടനെ വഷളാക്കുന്നത് സത്യത്തിൽ വിജയേട്ടന്റെ സുഹൃത്തുക്കളാ. ആണോ? സംശയം എന്ത്? അവരുമായിട്ടുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കിയാൽ തന്നെ കുറെ രക്ഷപ്പെടും. ഒഴിവാക്കാം. എനിക്കും പലപ്പോഴും തോന്നാറുണ്ട്. അവരെ കണ്ടാൽ ഞാൻ എല്ലാം അങ്ങോട്ട് മറക്കും. ഇനി ഒരു ഒറ്റ എണ്ണത്തിന് ഈ പടി കയറാൻ ഞാൻ സമ്മതിക്കില്ല. എത്തിക്കഴിഞ്ഞു. ഇല്ല, ഇവന്മാരെ ഞാൻ ഇന്ന് വന്ന ഉടനെ തന്നെ കെട്ടോളം കെട്ടിപ്പിടിച്ച് അകത്തിരിക്കല്ലേ. ഞങ്ങൾ കുറച്ച് ഇന്ത്യൻ പൗരന്മാർ ഇവിടെ ഉണ്ടെന്നുള്ളത് നീ മറന്നോ? സൈക്കിൾ എടുത്ത് മുറ്റത്തേക്കിടാ, മടങ്ങുമ്പോ ചിലപ്പോൾ ഇരിക്കാലോ. നീ ഇവിടുന്ന് പോയ പിന്നെ മര്യാദയ്ക്കുള്ള ഒരു ഷീട്ടുകളിയും വെള്ളടിയും നടന്നിട്ടില്ല. പൈസ വെച്ചിട്ടാണെങ്കിലും പൈസക്ക് വേണ്ടി മാത്രമല്ലല്ലോ നമ്മൾ കളിക്കണേ. ഒരു കളി സുഖം, അതാണ് പ്രധാനം. ചിരിയും കളിയും തമാശയും വർത്താനും. ഈ 6-7 ദിവസമായിട്ട് ഒരൊറ്റ റൗണ്ട് ഷീറ്റ് വെച്ചില്ല, അറിയോ? ജോണിക്കുട്ടിയും ജോസ്പേട്ടനും ഒപ്പം എത്തും. നീ വന്ന വിവരം അറിഞ്ഞ ഉടനെ ഞാൻ 2 പേരും മാഞ്ഞൂരേക്ക് വിട്ടിരിക്കുക. നല്ല ഉഗ്രം കശ്മാവും തന്നെ സംഘടിപ്പിക്കാൻ. ഈ പഹന്മാര് 100 ആണ്ട് ചാവില്ല. എന്താടാ വിജയ, നിനക്ക് വരുന്ന വഴിക്ക് ആ ഇഷ്ടിയക്കളം വഴി ഒന്ന് വന്നൂടായിരുന്നു? അവിടെ ആ പണിക്കാരോട് മല്ലിട്ട് ആകെ ബോറടിച്ച് നിൽക്കുകയായിരുന്നു. ഞാൻ വരാൻ തുടങ്ങായിരുന്നു. അതൊക്കെ പോട്ടെ, കുപ്പി എത്ര കിട്ടി? 3 കുപ്പി കിട്ടി, പോരായോ? ഈ ജോസഫേട്ടനുണ്ടല്ലോ, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പേടിച്ച് തൂറിയില്ലെന്നേ ഉള്ളൂ. എന്തു പറ്റി? വഴിയിൽ എക്സൈസുകാരുടെ ഒരു ജീപ്പ്. അല്ല, എന്നിട്ട് മാഞ്ഞൂര് കശുമാവ് വാറ്റിന് പ്രസിദ്ധമല്ലേ? ഞങ്ങൾ മെയിൻ റോഡ് ഇങ്ങോട്ട് തിരിഞ്ഞു വരുന്ന വഴിക്ക് ഒരു കോൺസ്റ്റബിൾ കൈ കാണിച്ചു. ചതിച്ചടാ ജോണിക്കുട്ടി, എന്റെ ജോലി വെള്ളത്തിലായടാന്നും പറഞ്ഞ് എന്തൊരു കരച്ചിലായിരുന്നു ഈ ആന വയറൻ. അനങ്ങാതിരിയോടോ മാപ്പിളയെന്നും പറഞ്ഞ് ഞാൻ കത്തിച്ചൊരു വിടൽ വിട്ട്. എന്നിട്ട് ഞാൻ സഞ്ചിന്ന് പിടിവിട്ടില്ല. സഞ്ചി വിട്ടിരുന്നതിന് തന്റെ കുടലെടുത്ത് ഞാൻ അവിടെ മാറ്റുമായിരുന്നു. ജോസഫേട്ടൻ ഇന്ന് വീട്ടിലേക്കില്ലേ? വീട്ടിലോട്ട് തിരിച്ചതാടോ. ഞാൻ ട്രെയിനിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴല്ലേ പ്ലാറ്റ്ഫോമിൽ ഉസ്മാൻ എന്നെ കണ്ടത്. ഞാൻ 2 വട്ടം മീൻ കയറ്റാണ്ടായിരുന്നു മെയിലിന്. വിജയം വന്നിട്ടുണ്ടെന്ന് ഉസ്മാൻ പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ വണ്ടിയിൽ ചാടി. എവിടോ താറാമുട്ട? 20 താറാവ് മുട്ടയുമായി സുഗു എന്ന ചെറുപ്പക്കാരൻ ഇപ്പൊ ഇങ്ങെത്തും. എന്താടാ ഒരു ഉത്സാഹമില്ലാത്ത പോലെ? അത് ശ്യാമളക്ക് ഒരു ചെറിയ ഇഷ്ടക്കേട്. ആരോട്? നിന്നോടോ? അല്ല, നമ്മുടെ ഈ കമ്പനി കൂടലേ. ഞമ്മളെ ശ്യാമളക്കോ? ഇവിടുത്തെ ശ്യാമളക്കോ? പോടാ, ഞാൻ വിശ്വസിക്കൂല. സത്യമായിട്ട് ഉസ്മാനിക്ക, നിങ്ങളൊക്കെ കാരണമാണത്രേ ഞാൻ ഇങ്ങനെ വഷളായി പോയത്. എന്റെ കർത്താവേ, ആ കുട്ടി അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചോദിക്കണം. ചോദിക്കണ്ട. ഇത് ചോദിക്കാതെ വിടുന്ന പ്രശ്നമില്ല. അല്ലല്ലോ, ഓളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ വേണം. ശ്യാമളെ വിടണ കൈ, ഇത് നമ്മളും കൂടി വിടാ. ശ്യാമളെ,
ശ്യാമളെ വരൂ വരൂ. എവിടെയായിരുന്നു ഇത്രയും നാളും? ഗ്ലാസ് 4 പോരെ? ഒഴിക്കാൻ വെള്ളം വേണോ അതോ സോഡ വാങ്ങിപ്പിക്കണോ? അല്ല ശ്യാമളെ, ഞങ്ങളാണോ വിജയനെ? വേണ്ട, വിജയൻ നമ്മളെ പറ്റിച്ചതാ. ഞാൻ പറഞ്ഞില്ലയോ ശ്യാമൾ അങ്ങനെ പറയത്തില്ല. എന്താ? ഒന്നുമില്ല. ആ, നീ ആ ചായപ്പ് പോയി 2 പായും കുറച്ച് പേപ്പർ എടുത്ത കിണറിന്റെ അവിടെ കൊണ്ടേ നല്ല കാറ്റും കുറച്ചും കിട്ടൂലേ? ചെല്ലേ. എന്തായാലും നിങ്ങളോട് വേറെ പറഞ്ഞ പോയി സെറ്റപ്പ് ആക്കിയേ. ഓടുവില്ലേ സച്ചാര എടുത്താട്ടെ. ചതിയൻ. സോറി. ഞാൻ കണാരേട്ടന്റെ തുന്നക്കടയിൽ നിൽക്കായിരുന്നു. അപ്പോൾ അതുവഴി വന്ന ജോണിച്ചേട്ടനാ പറഞ്ഞത് 20 താറാമുട്ടം മേടിച്ചോണ്ട് വരാൻ. ചേച്ചി എന്നെ ആ പായ കുറച്ചുകൂടെ അങ്ങ് നീക്കിയിട് ജോസഫേട്ടാ. ആ ചീട്ടാരയില്ല എന്റെ ഉണ്ട്. എന്നാലും എടുക്കണോ? ഉള്ളിയും പച്ചമുളകും ഇത്തിരി തേങ്ങയിട്ട് ചിക്കി എടുത്താൽ മതി ആവുകയായിരിക്കും അല്ലേ? ഏതാ, ഗുണ്ടോ ഇന്റർനാഷണലോ? ഗുണ്ടു ഔട്ട് ഒന്നും വേണ്ട, നമുക്ക് 28 കളിക്കാം. നമ്മൾ കളി തുടങ്ങുന്നതിന് മുമ്പ് ഓരോ ഗ്ലാസ് അങ്ങ് അടിച്ചാലോ? ഏയ് കളിന്റെ ഇടയ്ക്ക് അടിച്ചടിച്ച് മുന്നോട്ട് നീങ്ങാം. എനിക്ക് ക്ഷമ കിട്ടുന്നില്ല. ഞാൻ എന്തായാലും കുറച്ച് അടിക്കാൻ പോവാ. ദേ, നീ കുപ്പി ഓടരുത്. ഓടാ ഇവിടുന്ന്. കുപ്പി കൊണ്ട് നിന്നെ കാണാൻ പറ്റില്ല. നിങ്ങൾ ആരെയാ അവിടുത്തെ പ്രിൻസിപ്പല്? അവളുടെ അമ്മയാണെന്ന് തോന്നുന്നു. ഞാൻ മിസ്സസ് ഏലിയാമ്മ പോത്തൻ, ജോസഫിന്റെ അമ്മച്ചിയാ. നമസ്തേ. നമസ്തേ. പോത്തനിരിക്കെ. എന്നെ ഇരുത്തുന്നതിന് മുമ്പ് എന്റെ മോൾ എന്നാ തെറ്റാ ചെയ്തതെന്ന് അറിഞ്ഞാ കൊള്ളാം. അത് പറയാനാ നിങ്ങൾ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അതറിയാനാ 500 കിലോമീറ്റർ ദൂരെന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളുടെ മോളെ കുറച്ച് കൈവിട്ട കളിയാ കളിക്കുന്നത്. അവളെ പഠിക്കാനല്ലേ ഇങ്ങോട്ട് വിട്ടത്, കളിക്കാനല്ലല്ലോ. ഇക്കണക്കിന് പോവാണെങ്കിലേ കയ്യിലൊന്നും തോന്നില്ല. ആരുടെ കയ്യില്? ഞങ്ങളുടെ കയ്യില്. എന്തൊക്കെ തോന്നിയാസങ്ങളാണ് ആ കുട്ടി ഇവിടെ കാട്ടിക്കുട്ടിയെന്ന് അറിയാമോ? ദേ പ്രിൻസിപ്പള്, നിങ്ങൾ ആരാണെന്ന് മനസ്സിലായി. ഇതേതാ ഈ സാധനം? ഇവിടുത്തെ ഹിസ്റ്ററി പ്രൊഫസറാ, ഹോസ്റ്റലിലെ വാർഡനുമാണ്. ഓ, ഇത്രയൊക്കെയാണെന്ന് അറിഞ്ഞില്ല. എന്റെ മോള് കാണിച്ച തോന്നിയവസം എന്നൊക്കെയാണാവോ? ഹോസ്റ്റൽ ചട്ടങ്ങൾ ലംഘിക്കുക, കൂട്ടുകാരുടെ പിറന്നാൾ ആഘോഷിക്കുക, കറണ്ട് വേസ്റ്റ് ചെയ്യുക, ഹോസ്റ്റൽ പരിസരം വൃത്തികേടാക്കുക, രാത്രി മുഴുവനും പാട്ടും കൂത്തുമാറ്റ് മറ്റുള്ളവരുടെ ഉറക്കം കളയുക. അത്രേ ഉള്ളോ? പോരെ? ജോസൂട്ടി, മോനീ വന്നേ, ഇങ്ങോട്ട് വാ കൊച്ചേ. മോൻ ഈ ടീച്ചർമാരെയൊക്കെ ഒന്ന് തൊഴുതേ. നമസ്തേ. മോൻ ആരുടെ പിറന്നാൾ ആഘോഷിച്ചേ? രാധികയുടെ. ഏത്? കഴിഞ്ഞ ക്രിസ്മസിന് നമ്മുടെ വീട്ടിൽ വന്ന് ചാക്കോച്ചന്റെ കുട എടുത്ത് കളിച്ചേച്ച് ഏണിപ്പടിയെന്ന് ഇവിടെ ആ കൊച്ചോ? അതെ. ആ, അത് പോട്ടെ. നീ ഹോസ്റ്റലിൽ ലൈറ്റ് ഇട്ട് കറണ്ട് കളഞ്ഞോ? ലൈറ്റ് ഇട്ടു. പകലോ രാത്രിയിലോ? രാത്രിയില്. ഓ, ഈ നാട്ടിൽ രാത്രി കറണ്ട് ഉണ്ടോ? ഈശോ, ഞങ്ങളുടെ നാട്ടിൽ അതും ഇല്ല. അത് പോട്ടെ. നീ പാട്ട് പാടിയോ? പാടി. ഓക്കെ. ഈ ഹോസ്റ്റലിൽ പെങ്കൊച്ചുങ്ങൾക്ക് കുളിമുറിയും കക്കൂസൊന്നും ഇല്ലയോ? ഉണ്ട്. പിന്നെ എന്നാത്തിനാ എന്റെ കൊച്ചായി നീ ഈ ഹോസ്റ്റലിന്റെ വെളിയിലൊക്കെ വൃത്തികേടാക്കുന്നേ? ഞാനൊന്നും വൃത്തികേടാക്കിയില്ല അമ്മച്ചി. പോട്ടെ, പോയിക്കോ. സാറന്മാരെ, ഇനി സാറന്മാരോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞങ്ങളൊക്കെ പെങ്കൊച്ചുങ്ങളെ തോന്നിവാസം കാണിക്കാന്ന് പറയുന്നതേ ആടുകയും പാടുകയും ചെയ്യുന്നതിനൊന്നുമല്ല. ആണുങ്ങളെ നോക്കി കണ്ണു വെക്കുക, കയ്യും കലാശവും കാണിക്കുക, കത്ത് കൊടുക്കുക, പിന്നെ മരത്തെ കയറുക, മാങ്ങ പറിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് തോന്നിവാസം എന്ന് പറയുന്നത്. പിന്നെ അവൾ എന്നാ കോപ്പി ചെയ്തെന്നാ ഈ പറയുന്നത്? ലൈറ്റ് ഇട്ടെന്നോ, പിറന്നാൾ ആഘോഷിച്ചെന്നോ, ഉറക്കം കെടുത്തിയെന്നോ? ഞാനൊന്ന് ചോദിക്കട്ടെ, മുക്കിനും മൂലയ്ക്ക് ഈ നാട്ടിലെ സർക്കാർ എന്നാ ആഘോഷങ്ങളൊക്കെയാണ് നടത്തുന്നത്? അത്യാവശ്യത്തിന് പോലും കറണ്ട് ഇല്ലാത്ത ഈ നാട്ടിലെ ഓണം, വിഷു, ക്രിസ്മസ്, റംസാൻ, പെരുന്നാള്, ഉത്സവം എന്നൊക്കെ പറഞ്ഞ് സർക്കാർ ഉൾപ്പെടെ ലൈറ്റും മൈക്കും വെച്ച് ആഘോഷിക്കാറില്ലേ? നമ്മുടെയൊക്കെ ഉറക്കം പോകാറില്ലേ? അതാ തോന്നിയ ദിവസം. അല്ലാതെ 1 2 പീക്കിരി പിള്ളേര് അവരുടെ കൂട്ടുകാരുടെ പിറന്നാളിന് ലൈറ്റ് ഇട്ടതോ പാട്ട് പാടിയതോ ഒന്നുമല്ല. അപ്പൊ കാശ് പിരിച്ച് കറങ്ങി നടക്കുന്നതോ? കാശ് പിരിക്കുന്നതാണോ കുറ്റം? ഇവിടെ ഇപ്പൊ ആരെയാ കാശ് പിരിക്കാത്ത? മഹിളാമണികളായ നിങ്ങൾ തന്നെ കാശ് പിരിക്കുന്നില്ലേ? കഴിഞ്ഞ വർഷം തന്നെ കോളേജ് ബിൽഡിംഗ് ഫണ്ട്, സ്റ്റാഫ് റൂം ഫണ്ട്, മറ്റേ ഫണ്ട്, മൂത്രപ്പര ഫണ്ട്, ആ ഫണ്ട് ഈ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തോരം കാശായി കൊച്ചുങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചത്. അതൊക്കെ കണ്ടല്ലേ യുദ്ധങ്ങൾ പഠിക്കുന്നത്. അപ്പൊ ക്ലാസ് കട്ട് ചെയ്യുന്നതോ? ആ കോപ്പ് ദേ ചേച്ചി, ഈ പെമറത്തർ എന്റെ വായിന്ന് വല്ലതും കേൾക്കും. അല്ല പിന്നെ പിള്ളേരായ ക്ലാസ് കട്ട് ചെയ്യുന്നേ എങ്ങനെ ഇരിക്കും? അവർക്കും തോന്നണം ക്ലാസ്സിലിരിക്കാൻ. ഞാനും ഒരു പള്ളിക്കുടുത്തി കുറെ പഠിപ്പിച്ചതാ. ഇത്രയും വലിയ പദവിയൊന്നും ഇല്ലെങ്കിലും അഡ്മിഷൻസ് ആയിട്ട് തന്നെ റിട്ടയർ ചെയ്തത്. എന്റെ ഒന്നും ക്ലാസ്സിൽ നിന്ന് ആരും കട്ടിങ്ങും ചെയ്തിട്ടില്ല, ഷേവിങ്ങും ചെയ്തിട്ടില്ല. കാരണം പഠിപ്പിക്കുന്നതിന് മുമ്പേ കുട്ടികളുടെ മനസ്സറിയണം.
അവരെ സ്നേഹിക്കണം, അവരോട് കിന്നാരം പറയണം, അങ്ങനെ അവരുടെ ബഹുമാനം പിടിച്ചു പറ്റണം. എന്നിട്ട് വേണം അവരെ ശാസിക്കാൻ. അപ്പൊ അവരത് കേൾക്കും, അനുസരിക്കും. വേലിയാടുന്ന പയ്യന്റെ കന്ന് മതിലിയാടുമെന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെയാ ഇവിടുത്തെ കാര്യം. ദേ നോക്ക്, നിങ്ങൾ കക്ഷം കാണിക്കുന്ന ബ്ലൗസ് ഇട്ടാ അവര് കാല് കാണിക്കുന്ന ഉടുപ്പിടും. നിങ്ങൾ തലയെ ചായം തേച്ചാ അവര് ചുണ്ടേ തേക്കും. ഇരിക്കേണ്ടടത്ത് ഇരുന്നാലേ എത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ആദ്യം പഠിപ്പിക്കുന്നവർ നന്നായാലേ പഠിക്കുന്നവർ നന്നാവത്തുള്ളൂ. കൊച്ചുങ്ങളായുമ്പോ ഇത്തിരി കുന്നായ്മയും കുരുത്തക്കേടും ഒക്കെ കാണുമെന്നേ, അതിനെയൊക്കെ തോന്നിവാസമൊന്നും പോക്കർത്തരമൊന്നും വിളിക്കരുത്. ചരിത്രത്തിന് ഞാൻ പറയുന്നത് പോലും മനസ്സിലാവുന്നുണ്ടോ? എവിടെ ഒരു കാര്യം കൂടെ സാറന്മാരോട് ഞാൻ പറഞ്ഞേച്ചും പൊക്കോളാം. എന്റെ മോളെ എനിക്ക് നന്നായിട്ട് അറിയാം. പോത്തച്ഛൻ മരിക്കുന്നതിന് മുമ്പ് കുറച്ച് കൂടുതൽ പുന്നാരിച്ചതുകൊണ്ട് അവക്ക് ഇത്തിരി കുസൃതിയും കുന്നായ്മയൊക്കെ കൂടുതലുണ്ട്. എന്ന് വെച്ച് എന്റെ മോള് ചീത്തയോ തോന്നിവാസക്കാരിയോ ഒന്നുമല്ല കേട്ടോ. മേലാൽ ഇത്ര ഉള്ളി തൊലിച്ച കാര്യങ്ങളും പറഞ്ഞോണ്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി എന്റെ സമയം മെനക്കെടുത്തല്ലേ. പോട്ടെ ചേച്ചിയെ. പള്ളിയിൽ പോലും പോകാതെ വീട്ടിലാണെ 100 കൂട്ടം കാര്യങ്ങൾ വിട്ടെറിഞ്ഞു വെച്ച് ഒരുമാതിരി